നമസ്കാരം, ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. വിജയ് നേതൃത്വം നൽകുന്ന തമേക വെൻട്രി കഴകം സംഘടിപ്പിച്ച റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ വൻ ദുരന്തത്തിൽ പ്രതികരണവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. നടന്നത് വലിയ ദുഃഖകരമായ സംഭവമാണെന്ന് പറഞ്ഞ സ്റ്റാലിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ മന്ത്രിമാരുടെ സംഘത്തെ കരൂരിലേക്ക് അയച്ചു. ഞായറാഴ്ച പുലർച്ചെ സ്റ്റാലിൻ സംഭവസ്ഥലത്ത് എത്തിച്ചേരും. സെന്തിൽ ബാലാജി, എം.എ. സുബ്രഹ്മണ്യൻ തുടങ്ങിയ മന്ത്രിമാർ കരൂരിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. റാലിയിൽ പങ്കെടുത്തവരുടെ എണ്ണം നിയന്ത്രണാതീതമായതും തെരുവുകളിൽ നിന്നു തിരിയാൻ പോലും സ്ഥലമില്ലാതിരുന്നതും അപകടത്തിലേക്ക് നയിച്ചതായാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഗുരുതരമായ സുരക്ഷാ പാളിച്ചയാണ് റാലിയിൽ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. 6 കുട്ടികളടക്കം 34 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് ആശുപത്രിയിൽ നിന്നും വരുന്ന വിവരം. 12 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് അറിയുന്നത്. കരൂരിൽ സംഘടിപ്പിച്ച റാലിക്കിടെയാണ് ദുരന്തമുണ്ടായത്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായത് എന്ന് പ്രാഥമിക നിഗമനം. ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും കുട്ടികളും കൊഴിഞ്ഞു വീണവരിൽ ഉൾപ്പെടുന്നു. ജനബാഹുല്യം മൂലം ആംബുലൻസുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യവുമുണ്ടായി. അപകടത്തെ തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് ജനങ്ങളുടെ സംയമനം പാലിക്കാനും ആംബുലൻസുകൾക്ക് പ്രവേശിക്കാനുള്ള കൈകാര്യം ഒരുക്കാനും മൈക്കിലൂടെ അഭ്യർത്ഥിച്ചു. സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ശനിയാഴ്ച റാലി സംഘടിപ്പിച്ചത്. റാലിക്കായി വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. തിക്കും തിരക്കുമേറിയതോടെയാണ് ദുരന്തമുണ്ടായത്. കൊഴിഞ്ഞു വീണവരെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. 10,000 പേർ പങ്കെടുക്കുന്ന റാലിയെന്ന് പറഞ്ഞാണ് തമേക വെൻട്രി കഴകം അനുവാദം വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വിജയനെ കാണാനും റാലിയിൽ പങ്കെടുക്കാനും പ്രതീക്ഷിച്ചതിലധികം പേർ വന്നെത്തിയതാണ് ദുരന്ത കാരണം. സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടോ എന്നാണ് പ്രാഥമിക വിവരം.